Meet the editors. ചോദ്യം ഇതാണ്, ഇനി വരുന്നത് നിർണായക ദിവസങ്ങളോ? ഇതുവരെ നമ്മുടെ മുന്നിൽ വന്ന ചില ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആ ചിത്രങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഇനി വരുന്നത് നിർണായക ദിവസങ്ങളോ എന്നാണ് ചോദ്യം. ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ചിത്രമാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ നിയന്ത്രിച്ചത്. ഇന്നത്തെ വാർത്താപ്പകലിലെ പ്രധാന അജണ്ടയും പ്രധാന വാർത്തയും അതുതന്നെയായിരുന്നു. ഇതാ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രം അറിയാമെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലുള്ള വീട്ടിൽ പോയ വിവരം ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. വിക്രമൻ നായരെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിലെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് റിപ്പോർട്ടറിന് നിർണായകമായ ആ വിവരം നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശും OS അംബികയും പ്രയാർ ഗോപാലകൃഷ്ണനുമെല്ലാം അതിഥികളായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു വെച്ചു. നോക്കൂ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് അത് കേവലം ഒരു സന്ദർശനം മാത്രമായിരുന്നു. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമായിരുന്നത്. എന്നാൽ ഈ ചിത്രത്തിലുള്ള രണ്ടാമത്തെ ഒരാളെ കൂടി നോക്കൂ. അത് ഇപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി വന്ന റാന്നി MLA രാജു എബ്രഹാമാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ഭർത്താവ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ. ഈ ചിത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ രാജു എബ്രഹാമിനെയും കടകംപള്ളിയെയും കുടുക്കിയത്. രാജു എബ്രഹാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്ന നിലപാടാണ് ആദ്യം എടുത്തത്. ശബരിമലയിലാകാം എന്ന നിലപാടെടുത്തു. പക്ഷേ ഇവരുടെ സാന്നിധ്യവും ഈ ചിത്രവും വന്നതോടുകൂടി രാജു എബ്രഹാം ആ നിലപാട് മാറ്റി. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവിടെ പോയിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ചിത്രം ഇതായിരുന്നു. ഇത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. നേരത്തെ ഈ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ പോയത് അവിടെ ഒരു കുട്ടിയുടെ നൂലുകെട്ടിനോ മറ്റോ ആണ് എന്നാണ്. പക്ഷേ കുട്ടിയായിരുന്നില്ല, അത് അപ്പൂപ്പനായിരുന്നു. അതായത് കുട്ടിയുടെ അപ്പൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ സപ്തതിക്കോ നവതിക്കോ ആണ്. അതും കൃത്യമായി ഓർമ്മയില്ല. നോക്കൂ, അന്നത്തെ റാന്നി MLA ആയിരുന്ന രാജു എബ്രഹാം ഒരു ഗിഫ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കൊടുക്കുന്നുണ്ട്. സാന്നിധ്യം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നേരിട്ട് മന്ത്രി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതും കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ഭർത്താവിനെയും കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം എന്തു ബന്ധവും അടുപ്പവുമാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത്? അന്നത്തെ റാന്നി MLA രാജു എബ്രഹാമിന് ഉണ്ടായിരുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതേ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലെ എയർപോർട്ടിന് പുറത്തു വെച്ച് കാണുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം UDF പ്രതിരോധത്തിലാകുന്നത് ഈ കേസിലെ രണ്ടു പ്രധാനപ്പെട്ട പ്രതികൾ നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ, ഒരു ഫ്രെയിമിൽ സോണിയാഗാന്ധി കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ അങ്ങോട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതി, അതായത് സ്വർണം കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും കട്ട സ്വർണം വാങ്ങിയ ഗോവർദ്ധനും, റോദം ജ്വല്ലറിയിലെ ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇവിടെ ചിത്രത്തിലുള്ളത്. ഇതാണ് ഇന്നിപ്പോൾ വിവാദമായത്. സാന്നിധ്യം അടൂർ പ്രകാശ് MP. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് ഭീമ ജുവലറി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗൂർഖ ജീപ്പ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ചിത്രവുമുണ്ട്. ഇത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പരികർമ്മിയായിട്ട് തന്ത്രി രാജീവ് കണ്ഠരുടെ ഒപ്പമുള്ള ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും എത്രയോ ചിത്രങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇനി വരാൻ പോകുന്നത് നിർണായക ദിവസങ്ങളാണോ? നിയമസഭയിൽ മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും വരെ ആവശ്യപ്പെട്ടു വെച്ചു. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാട് കടകംപള്ളി സുരേന്ദ്രനും എടുത്തു. സോണിയാഗാന്ധി ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ, ഈ കളങ്കിതനായ ഒരാളാണെന്ന് അറിഞ്ഞിട്ടായിരിക്കണമെന്നില്ല ജൻപത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടാവുക എന്ന് കടകംപള്ളി സുരേന്ദ്രനും നിലപാടെടുത്ു. സ്മൃതി, വരുന്നത് നിർണായക ദിവസങ്ങളാണോ? ഉറപ്പായിട്ടും നിർണായക ദിവസങ്ങളാണ്. ആർക്കൊക്കെ നിർണായകമാകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ നമുക്ക് SITയെ സംബന്ധിച്ച് ഈ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടും ഇപ്പോൾ UDFനും LDFനും വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഇതിപ്പോൾ ഇനി സമരകാലമാണ് ഇനി വരുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു. സഭയിലായാലും ഇനി സമരമാണ്, ചർച്ചയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയം ഏറ്റെടുത്ത്
തെരുവിലും അകത്തും പ്രക്ഷോഭവുമായി പ്രതിപക്ഷം നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനിടയ്ക്കാണ് പല ചിത്രങ്ങളും തെളിവുകളായി പുറത്തേക്ക് വരുന്നത്. സഭയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം ഇന്ന് ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് വീട് റെയ്ഡ് ചെയ്ത് വിവരങ്ങൾ തേടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധിയെ പോറ്റി കാണാൻ പോയതിനെക്കുറിച്ച് നേരത്തെയും CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ആരോപണത്തിന് മറു ആരോപണം എന്ന നിലയ്ക്ക് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, ആ വീട് റെയ്ഡ് ചെയ്യണം എന്നുള്ള വാചകങ്ങൾ ശിവൻകുട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ട് സഭയിൽ കസേര പൊക്കിയ ശിവൻകുട്ടിയുടെ ഒരു പുതിയ രൂപമായിട്ടാണ് ഇന്നത്തെ പ്രതികരണത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്? എനിക്ക് വലിയ ആദരവുള്ളൊരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. ഞങ്ങൾ പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിന്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോണിയാഗാന്ധിയുമായി പറഞ്ഞ പ്രത്യേക ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന നിലപാട് അതാകുമ്പോൾ അപ്പുറത്തൊരു ആയുധം എന്ന നിലയ്ക്ക് സോണിയാഗാന്ധി ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഉപയോഗിക്കുന്ന ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഈ ആന്റിക് ഷോപ്പുണ്ട് എന്ന്, ഇറ്റലിയിൽ ആന്റിക് ഷോപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് സ്വർണം കടത്തുന്നതിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഇവിടെ ആദ്യം ഉന്നയിച്ചത് കെ സുരേന്ദ്രനാണ്. ഇവിടെ കേരളത്തിൽ ഉന്നയിച്ചത് കെ സുരേന്ദ്രൻ. അതെ, കെ സുരേന്ദ്രൻ ഇവിടെ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ CPM ഏറ്റെടുക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഇപ്പോൾ ചർച്ചകളിലടക്കം ആ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറുപടിയില്ലാത്ത ഘട്ടങ്ങളിൽ ഏത് അതിർത്തി വരെയും കടക്കാം, എന്തും പറയാം എന്ന രൂപത്തിലേക്ക് ആ പ്രതികരണങ്ങൾ പോകുമ്പോൾ അത് BJPയുടെ നാവായി പോലും ചില ഘട്ടങ്ങളിൽ പോകുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നത്? അതായത് സോണിയാഗാന്ധി പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ BJPയിൽ നിന്ന് പോലും, ഇവിടെ കേരളത്തിലല്ല കേന്ദ്രത്തിൽ BJPയിൽ നിന്ന് പോലും അത്തരം വാചകങ്ങൾ എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ട ഒരാളാണ് എന്ന നിലയ്ക്ക് സോണിയാഗാന്ധി ആരും പറയുന്നത് കേട്ടിട്ടില്ല. അവർ ഇറ്റലിക്കാരിയാണ്, ഇവിടെ ഇന്ത്യൻ പൗരയല്ല എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളും പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർ എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ രാജ്യം കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ആ ആരോപണം ഒരു ആയുധമായി എടുക്കുമ്പോൾ അപ്പുറത്ത് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടോ എന്ന സംശയങ്ങൾ വരിക സ്വാഭാവികമാണ്. ഇനി കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഓർമ്മ ഓരോ ദിവസവും തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഓർമ്മ വരും. ആദ്യം കുട്ടിയായിരുന്നു, പിന്നെ അച്ഛനായി. ഇനി ഒരു തവണ പോയി എന്ന് പറയുന്നത് ഇനി എത്ര തവണ പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, പോറ്റി ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അമ്പലത്തിൽ പോയപ്പോഴും ശബരിമലയിൽ കണ്ടതാണ്, അവിടെ ഇവിടെയും കണ്ടതാണെന്ന് പറയുന്നതല്ലാതെ വീട്ടിൽ പോയതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ UDFിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ പറയുന്ന UDF കൺവീനർ അടക്കം പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തം തന്നെയാണ്. സോണിയാഗാന്ധിക്ക് ഒപ്പമുള്ളതിൽ ഈ പറയുന്ന ഈ കേസിൽപ്പെട്ട മറ്റു പ്രതികളുമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ എല്ലാവരിലേക്കും എത്താൻ ഈ പറയുന്ന പോറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് SIT അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ആ ബന്ധങ്ങൾ സോണിയാഗാന്ധിക്ക് ഒരു അധികാരവുമില്ലാത്തപ്പോൾ അവിടെ പോയി ചരട് കെട്ടിക്കൊടുക്കുന്നതിനെ എന്ത് കാര്യനേട്ടത്തിനാണ് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നു. മറ്റേത് ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് ഉയരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണത്തിൽ UDF ആണ് ഇരുന്നതെങ്കിൽ ആ സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും UDF ആണ് പ്രതിരോധത്തിലാവുക. ഇനി പഴയ കാലം മുതലുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും അന്വേഷിക്കട്ടെ. തെളിവുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ അവരെയും നമുക്ക് പ്രതിക്കൂട്ടിൽ ആക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അകത്തിരിക്കുന്ന ജയിലിലായിരിക്കുന്ന പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പത്മകുമാർ പാർട്ടിയിൽ തുടരുമ്പോൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ അപ്രസക്തമാവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇതാ ED വരികയാണല്ലോ. ED വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. EDയുടെ അന്വേഷണം ഇനി അതാ കടകംപള്ളിയിലേക്കും പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഇനി പോറ്റി നൽകിയ മൊഴിയിൽ കടകംപള്ളിക്കും ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് പോറ്റി. ആ ഉപഹാരങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ്? ആ ഉപഹാരങ്ങൾക്കപ്പുറം എന്തെങ്കിലും കച്ചവട താല്പര്യങ്ങൾ, കുടുക്കൽ വാങ്ങലുകൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു. അപ്പോൾ കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ കടകംപള്ളിക്ക് കൃത്യമായ ഉത്തരമില്ല. ഇതിപ്പോൾ ഇന്നൊരു കൗതുകരമായൊരു കാര്യം, കടകംപള്ളി ഇന്ന് പ്രതികരിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണമെന്ന് അവിടെ ശിവൻകുട്ടി ബഹളം വയ്ക്കുമ്പോൾ പുറത്ത് സോണിയാഗാന്ധിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇവിടെ കടകംപള്ളി നടത്തിയിട്ടുണ്ട്. ഞാനും സോണിയാഗാന്ധിയും ഒക്കെ ഒരുപോലെ എന്ന മട്ടിലാക്കാനായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും അത് രണ്ട് വ്യത്യസ്ത പ്രതികളായ പാർട്ടിയിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ED എങ്ങോട്ട് നീങ്ങുന്നു എന്നതും SIT എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇനിയും കടക്കുന്നു. ഇനിയിപ്പോൾ മൊഴിയെടുത്തു എന്ന് പറഞ്ഞ കടകംപള്ളിയുടെ മൊഴിയെടുക്കലാണ്, അതായത് ചോദ്യം ചെയ്യലില്ല എന്ന് പറയുമ്പോൾ ഇനി വിളിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം SITയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ED
ആരിലേക്ക് ആദ്യം പോകുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇ ഡി ഇപ്പോൾ പോറ്റിയുടെ സ്വത്തുക്കളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോറ്റിയുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് കിട്ടിയ വിവരങ്ങൾ അത് ആരിലേക്കൊക്കെ എത്തുമെന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇ ഡിയാണ് രാഷ്ട്രീയമായി ഇ ഡി ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിവേഗം പ്രവർത്തിക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിർവീര്യമാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ് ആ കേന്ദ്ര ഏജൻസി. അപ്പോൾ ഇ ഡി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ CPM-നും കോൺഗ്രസിനും ഒക്കെ നിർണായകമാണ്. ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP-ക്കും തന്ത്രിയുമായി ബന്ധപ്പെട്ടൊന്നും ആരും വലുതായി പറയുന്നത് കേൾക്കുന്നില്ല. തന്ത്രിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലും ഒരു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഭക്തരൊക്കെ അതിശക്തമായി തന്ത്രിക്കെതിരെ പറയുന്ന സമയം ആയിക്കഴിഞ്ഞിട്ടും തന്ത്രിക്കെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നിൽക്കുകയാണ്. കുറച്ചു ദിവസങ്ങളാണ് പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മാസത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ. ഇന്ന് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കൗതുകം കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഈ പ്രതിഷേധം സഭയ്ക്കകത്തൊക്കെ നടന്ന് പുറത്തേക്ക് വന്ന് ആദ്യം പ്രതികരിക്കുന്നത് ഭരണപക്ഷമാണ്. ഭരണപക്ഷത്തിൽ നിന്ന് KK ശൈലജയാണ് പ്രതികരിക്കുന്നത്. അതൊരു സൂചനയാണ്. KK ശൈലജ തെരഞ്ഞെടുപ്പിൽ ഏത് മുഖത്തിലാണ് ശൈലജ പ്രത്യക്ഷപ്പെടുക എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ആ പ്രതികരണത്തെ കാണുന്നത്. എനിക്കൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചർച്ച ചെയ്യാതെ സമരത്തിലേക്ക് കടന്നത്? അടിയന്തര പ്രമേയത്തിൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയുണ്ടാകാറുണ്ട്. അടിയന്തര പ്രമേയത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അതിനുശേഷം ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയം അനുസരിച്ച് ഇങ്ങനെ ചർച്ച പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഭൂരിപക്ഷമുള്ള ഭരണപക്ഷത്തിന് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടും. അങ്ങനെ അവർ കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവങ്ങളാണ്. ഇതങ്ങനെ സംയമനത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് പ്രതിപക്ഷം കാണുന്നില്ല. ഉറപ്പായിട്ടും ഇത് അല്ല, ജനാധിപത്യ ലംഘനമൊന്നുമല്ല. രാഷ്ട്രീയമായി എങ്ങനെ നേട്ടം ഈ കാര്യത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഉറപ്പായിട്ടും പ്രതിപക്ഷം നോക്കുക. അങ്ങ് വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഞാൻ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയമായ തന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ യോജിക്കുന്നു വിയോജിക്കുന്നു എന്നുള്ളതല്ല. അപ്പുറത്ത് ഇരുന്ന് സമാധാനത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല സ്വർണ്ണം. അല്ല, എന്താ ആവശ്യം VN വാസവൻ രാജിവെക്കണം എന്നുള്ളത്? എന്താ VN വാസവൻ ഇതുമായിട്ട് ബന്ധം? VN വാസവന്റെ കാലത്ത് നടക്കുന്ന പ്രശാന്തുമായി ബന്ധപ്പെട്ട് കോടതി VN വാസവൻ എന്താ ബന്ധം? അല്ല, ചോദിക്കൂ, എന്നോട് ചോദിക്കുന്നതിനാ? വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ആവശ്യമാണ് ഇന്ന് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. നമുക്ക് ആർക്കും തൃപ്തികരമായിട്ട് വിശദീകരിക്കാൻ പറ്റും. എനിക്ക് സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ അങ്ങേക്ക് നല്ല വ്യക്തത വന്നോ? അതല്ലല്ലോ അതിന് ഉത്തരം. ചില കാര്യങ്ങൾക്ക് അങ്ങേക്ക് ഭയങ്കരമായ സംശയം. സഭ സ്തംഭിപ്പിച്ചത് ഭരണപക്ഷം അല്ലല്ലോ. സോണിയാഗാന്ധിയുടെ ആവശ്യം പ്രതിപക്ഷമാണ് സഭ സ്തംഭിപ്പിക്കുക. ഭരണപക്ഷം സ്തംഭിപ്പിക്കില്ല. അല്ലല്ല, ഭരണപക്ഷം അല്ലല്ലോ ഇന്ന് സോണിയാഗാന്ധിക്കെതിരെ നടപടിയില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. VN വാസവൻ സമരമാണത്രേ സഭയിൽ. അല്ല, അത് മനസ്സിലാക്കാം. സമരം നടക്കാറുണ്ട് സഭയിലൊക്കെ. പക്ഷെ VN വാസവനെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് 2021 ചുമതലയേറ്റ VN വാസവൻ രാജിവെക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സഭയിൽ സമരമെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിന് നമുക്ക് ആർക്കെങ്കിലും വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി വരുന്നത് നിർണായക ദിവസങ്ങളാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഇലക്ഷനാണ് ഇനി 90-95 ദിവസം. സ്വാഭാവികമായും ഏറ്റവും അവസാനത്തെ നിർണായക ദിവസങ്ങളാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാവുന്ന ചൂടൊന്നും ഇനി ഉണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഒന്നും കൂടെ പറയോ? അതൊന്നും കൂടെ പറയോ? ഇലക്ഷൻ കഴിഞ്ഞാൽ നിലപാട് തന്നെ കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നിയമസഭ മനസ്സിലായിക്കോട്ടെ അങ്ങനെ തന്നെ പറയുന്നത്. സംശയം എന്താ? എല്ലാവർക്കും, രണ്ട് കൂട്ടർക്കും. അന്ന് സോണിയാഗാന്ധി ഉണ്ടാവില്ല, ഇപ്പുറത്തുള്ളതും ഉണ്ടാവില്ല, ഒരു സംശയമില്ല. കടകംപള്ളി ഉണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിക്ക് പോകും. ഇത് മാത്രമല്ല, എനിക്ക് കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വളരെ വലിയ സംശയങ്ങളുണ്ട് ഇപ്പോൾ. കാരണം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഒരു വഴിക്ക് ഈ കേസ് SITയുടെ കീഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ബെഞ്ച് മാറി നിന്ന് ബദറുദ്ദീൻ്റെ ബെഞ്ച് വളരെ ശക്തമായ വിമർശനങ്ങൾ ഇടയ്ക്കിടെ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ബെഞ്ചാണ് SITയുടെ അന്വേഷണത്തിൽ ആദ്യമായി അതൃപ്തി പറഞ്ഞത്. അതിനുശേഷം ഇലക്ഷൻ സമയമാകുമ്പോൾ അന്വേഷണം എന്താ മന്ദഗതിയിലായി പോകുന്നത് മറ്റുള്ള സൂചന ഉണ്ടായത് അവിടെ നിന്നാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഗോവർദ്ധൻ്റെയും ഭണ്ഡാരിയുടെയും വിജയകുമാറിൻ്റെയും അതുപോലെ തന്നെ ശങ്കർദാസിൻ്റെയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്. ശങ്കർദാസിൻ്റെ അറസ്റ്റ് പിന്നെയും വൈകുമ്പോൾ കോടതി, ബദറുദ്ദീൻ്റെ ബെഞ്ച് തന്നെയാണ്, പിന്നെയും വടിയെടുക്കുന്നു. എന്താ സംശയം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തൊരു ബെഞ്ചുണ്ട്, SIT ഉണ്ട്. അതിന് ബദലായി വേറൊരു ബെഞ്ച് നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് റിപ്പോർട്ട് മീ എന്ന് വ്യക്തമായ ഓർഡറാണ് ബദറുദ്ദീൻ്റെ ബെഞ്ച് ഇട്ടത്. അവസാനം അറസ്റ്റ് എടുത്തപ്പോൾ ബദറുദ്ദീൻ വേറൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ പാർപ്പിക്കാനായിരുന്നെങ്കിൽ ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ ഈ അന്വേഷണം വഴിതെറ്റുന്നതായുള്ള അല്ലെങ്കിൽ അന്വേഷണം അങ്ങനെ വിചാരിച്ച സ്പീഡിലല്ല പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പല സമയങ്ങളിലായി ഹൈക്കോടതിയിൽ തന്നെയുള്ള വേറൊരു ബെഞ്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ
മുരാരി ബാബുവിൻ്റെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു വളരെ ഗുരുതരമായ പ്രശ്നമാണ്, വളരെ വലിയ കുഴപ്പമാണ്, നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇപ്പോൾ 82-ാം ദിവസമാണ്, 90-ാം ദിവസം നിങ്ങൾക്ക് സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ട്. അത് ആരോടുള്ള ചോദ്യമാണ്, ആരോടുള്ള സൂചനയാണ്? അത് ദേവസ്വം ബെഞ്ചിനോടും SITക്കുമുള്ള നിർദ്ദേശമാണ്. ജാമ്യം ഞാൻ കൊടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ. കുറ്റപത്രം എവിടെ? ഇതാണ് ചോദ്യം. അന്വേഷിച്ച് എവിടം വരെയായി? ഇന്ന് ബദ്രുദ്ദീൻ ബെഞ്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ കാണാതെ പോയ സ്വർണത്തിലെ ഒരു മിനിസ്ക്യൂളാണ്, 474 ഗ്രാമാണ് നിങ്ങൾക്ക് കണ്ടുപിടുത്താനായിരിക്കുന്നത്. 4000-ന് മുകളിൽ ഗ്രാം സ്വർണം കാണാതായ സ്ഥലത്ത് അത് എവിടെ പോയി? ഇങ്ങനെ വളരെ നിർണായകമായ ചോദ്യങ്ങൾ വ്യക്തമായ ഉത്തരമില്ലാതെ അന്വേഷണം ഒരു വശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷണത്തിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. പക്ഷേ അന്വേഷണം ഓരോ ദിവസം ചെല്ലുന്തോറും വ്യാപിച്ച് ഏതൊക്കെയോ ദിക്കുകളിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ശബരിമലയിൽ നിന്ന് കുറേ ശില്പങ്ങൾ കാണാതെ പോയതിൻ്റെ കഥ പറഞ്ഞൊരു 3-4 ദിവസം പോയി. SIT അതിൻ്റെ പുറകെ കുറേ ഓടി, അതിനുശേഷം അത് പോയി, പിന്നീട് തിരിച്ചു വന്നു. ഇത് ഇപ്പോൾ കേൾക്കുന്നു കുറച്ച് പുറകോട്ട് കൊടിമരം, അതിനുള്ള മണികൾ, ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറമേയുള്ള വേറെ ഒരുപാട് സാധനങ്ങൾ, ശബരിമലയിലെ 18 പടി അന്വേഷിച്ചാൽ ഇത് അടുത്ത കാലത്തെങ്ങും തീരാത്ത രീതിയിൽ പോവുകയും തുടങ്ങി വെച്ച അന്വേഷണത്തിലെ നിർണായകമായ തൊണ്ടി സ്വർണം കണ്ടെത്താനാവുകയും ചെയ്യാതെ, വ്യക്തമായ കുറ്റപത്രം കൊടുക്കാനാവാതെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ആരുടെ തെറ്റില്ലായ്മ എന്നല്ല, ഒരു ബെഞ്ച് അപ്പുറത്ത് നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൽ അവരെ പ്രചോദിപ്പിച്ച ഘടകം എന്നുള്ളത് ബദ്രുദ്ദീനെ അറിയാവോ? അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന കടലാസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വശം. എനിക്ക് തോന്നുന്നില്ല വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ പോകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രതികൾക്കെല്ലാവർക്കും, പോറ്റിയടക്കം എല്ലാവർക്കും ജാമ്യം കിട്ടാൻ പോവുകയാണ്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യമുണ്ട്. രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം വരാൻ പോകുന്നു. ഫെബ്രുവരി 3-ന് മുമ്പ് കുറ്റപത്രം വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല കോടതിയുടെ നമ്മുടെ ദേവസ്വം ബെഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഒരു കേസിൽ 3 പേരും മറ്റൊരു കേസിൽ 2 പേരും അന്വേഷണ പരിധിയിലേക്ക് ഇനിയും വരാൻ പോവുകയാണ് എന്ന സൂചനയും വരുന്നുണ്ട്. അപ്പോൾ ഇത് അറസ്റ്റാണോ വിശദമായ ചോദ്യം ചെയ്യലാണോ എന്നറിയില്ല. നമ്മുടെ മുമ്പിൽ 13 അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 13 പേർ അഴിക്കുള്ളിലാണ്. അതിനുശേഷം 3-4 പേരെ കടകംപള്ളി സുരേന്ദ്രനടക്കം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ തൊട്ടുമുമ്പത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ പ്രശാന്തരി അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവരാണോ എന്താണെന്നറിയില്ല. എന്തായാലും കുറച്ച് അറസ്റ്റുകളിലേക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു സാധ്യത. പക്ഷേ കുറ്റപത്രം എത്തിച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഈ വിഷയം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അത് സർക്കാരിന് തിരിച്ചടിയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം എവിടെ പോയി ചോദിച്ചാൽ അത് കോടതിയോട് ചോദിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ പോലീസാണ്, പിണറായി വിജയൻ്റെ പോലീസാണ് ഇത് കുഴപ്പമാക്കി എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കുറ്റപത്രം എവിടെയെന്ന് ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ നിയമസഭയിൽ വളരെ വ്യക്തമായി ഭരണവും പ്രതിപക്ഷവും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അരുണിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും പ്രതിപക്ഷം ഇത്തവണ നിയമസഭയ്ക്കുള്ളിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധ്യതയില്ല. കാരണം അടിയന്തര പ്രമേയം വരുമ്പോൾ കൂടുതൽ സമയം മറ്റുള്ളവർക്കായിരിക്കും സംസാരിക്കാനുണ്ടാവുക. കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇന്ത്യ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതിനപ്പുറം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ പാർലമെൻറ്റിലെ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് രാജിവെച്ച ചരിത്രമുണ്ട്. ഇല്ല, ഞങ്ങൾ രാജിവെച്ച് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയാണ്, 2 മാസമേ ഉള്ളത്, വേറെ കാര്യം. അങ്ങനെ പല രീതിയിലുള്ള തന്ത്രങ്ങളിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. പാർലമെൻറ്റ് നിയമസഭയിൽ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്നുള്ളതും അവരുടെ സ്ട്രാറ്റജി. പക്ഷേ കുടുങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഒരു വശത്ത് വളരെ ശക്തമായി സോണിയാഗാന്ധി പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സോണിയാഗാന്ധിയെ പിടിക്കണം എന്നുവരെ ഒരു മന്ത്രി പറയുന്നു. ഇപ്പുറത്തെ മുൻ മന്ത്രി ഒരു കാരണവശാലും സോണിയാഗാന്ധിയെ കുറ്റവാളിയാക്കണ്ട, ഞാനും സോണിയാഗാന്ധിയുമൊക്കെ നിഷ്കളങ്കരായ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മോൻ ഒരു വശത്ത് ഒടിക്കുന്നു. ഒരിക്കലും മറുപടി പറയാതെ എന്തിനാണ് പോറ്റിയുടെ വീട്ടിൽ പലതവണ പോയതെന്നതിനെക്കുറിച്ചുള്ള മറുപടി പറയാതെ 48 മണിക്കൂർ കഴിയുന്നു UDFൻ്റെ കൺവീനർ സംസാരിക്കാതായിട്ട്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലെ MP സംസാരിക്കാതായിട്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയവുമായി വേറൊരു രീതിയിൽ ഇതിൻ്റെ യുദ്ധം ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. ഇനിയും ചിത്രങ്ങൾ ഇറങ്ങാൻ പോകുന്നു, ഇനിയും തെളിവുകൾ പുറത്തു വരാൻ പോകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ കാര്യത്തിലെ ഡിഫൻസ് പൂർണ്ണമായും പൊളിഞ്ഞിട്ടുണ്ട്. ആ ഡിഫൻസ് പൊളിയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനർ ആകുന്നതിന് മുമ്പ് ഈ കാലത്ത് MP ആണ്. MPക്ക് മുകളിലുള്ള ശബരിമലയിലെ മലമുകളിൽ എന്ത് ചെയ്യാനാകും എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പങ്കുണ്ടാവണം. കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നല്ലോ. അപ്പോൾ തൽക്കാലം അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ വാചകങ്ങളിലെല്ലാം അദ്ദേഹം ഏറ്റവും അവസാനം പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വീടിൻ്റെ
പാലുകാച്ചിന് പോയതാണ്. ആ വീടെന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊള്ള പിടിച്ച ഒരു പെൺകുട്ടി വലുതായി അവർക്ക് വീട് വയ്ക്കാൻ പോയതാണ്. സ്പോൺസർ ആരാണെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ചടങ്ങാണ് പ്രധാനം, ആളാരാണെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളാരാണെന്നറിയാം, ചടങ്ങ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, എന്തൊരു വൈരുദ്ധ്യമാണ്. ആദ്യം പറഞ്ഞു ചടങ്ങാണ് പ്രധാനം, ആളല്ല. ഇപ്പോൾ പറഞ്ഞു ആളെ എനിക്കറിയാം, പക്ഷേ ചടങ്ങ് എനിക്കറിയില്ല. ചടങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പോൾ പറഞ്ഞു അത് അവിടെ കിടന്നൊരു ഗിഫ്റ്റ് എടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ദേവസ്വം മന്ത്രി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ 2 വിഷയങ്ങളാണ്. ഒന്ന്, ശബരിമല കേസിലെ SIT അന്വേഷണം പാളുന്നതായി ദേവസ്വം ബോർഡിനെ വ്യത്യസ്തമായി വേറൊരു ബെഞ്ച് അഭിപ്രായം പറയുന്നു. അവർ പല സൂചനകളും കൊടുക്കുന്നു. പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങുമെന്ന് ആ കോടതി തന്നെ പറയുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം എന്തു കൊടുക്കും? അതൊരു പ്രധാനപ്പെട്ട വിഷയം. 2, ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി പറഞ്ഞ് കൂടുതൽ കുടുങ്ങലിലേക്ക് പോവുകയാണ്. അത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. നിർണായക ദിവസങ്ങളോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നിർണായക ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ കണ്ടത് സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് തന്നെ ഞാൻ പറയും. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയമായി സഭയിൽ ഇത് അവതരിപ്പിക്കാമെന്നിരിക്കെ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം ആവശ്യപ്പെട്ട രീതി ഒന്ന്. 2, അതിന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാരണം. ഈ 2 കാരണങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനിടയ്ക്ക് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസിന് VD സതീശനെതിരെ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ഇന്ന് വാദം കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ VD സതീശൻ എടുത്ത നിലപാട് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. 106 ദിവസമായി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന VD സതീശൻ്റെ പ്രസ്താവന തനിക്ക് അപമാനമുണ്ടാക്കി എന്ന് കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. 106 ദിവസമായി അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല VD സതീശന്. ഇന്ന് കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നറിയാമോ? മലക്കം പറഞ്ഞു VD സതീശൻ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. പകരം മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റു വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമവും ഈ ഒരു കോടീശ്വരനെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. VD സതീശൻ മാത്രമാണ് പുറത്തുവന്ന് പറഞ്ഞത്. ആ പറഞ്ഞതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു മാധ്യമവും കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരന് കൊടുത്തു എന്നറിയാമെന്നൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അത് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നു വ്യക്തിപരമായ ആരോപണമല്ല, പക്ഷേ ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമാണ്. മന്ത്രിക്കറിയാം ഏത് കോടീശ്വരനാണ് കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ അതേ VD സതീശൻ 106 ദിവസം പറയുന്നു ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമല്ല. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എന്നിട്ടൊരു ഭാഗം കൂടി പറയുന്നു, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെങ്കിലും അംഗങ്ങളെ നിയോഗിക്കുന്നത് സർക്കാർ ആയതിനാൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സതീശൻ കോടതിയിൽ വ്യക്തമാക്കി. ഇതാണ് രണ്ടാമത്തെ എൻ്റെ പോയിന്റ്. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ രാജിയല്ല ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, VN വാസവന്റെ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. VN വാസവൻ 2016 പിണറായി സർക്കാരിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്ത് ഈ പറയുന്ന ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നോ? VN വാസവൻ ദേവസ്വം മന്ത്രിയായി വരുന്നത് 2021 സ്വർണ്ണക്കൊള്ള നടക്കുന്നത് 2019 2021 VN വാസവൻ എന്ന ദേവസ്വം വകുപ്പിലെ മന്ത്രിക്ക് എങ്ങനെയാണ് 2019 കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ കഴിയുക? അതിന് VD സതീശൻ തന്ത്രപരമായി പ്രയോഗിക്കുന്ന ഒരു നാക്കുണ്ട്. അത് ഈ നവംബർ മാസം 5-ാം തീയതി ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്, 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ 2024 തിടുക്കപ്പെട്ട് പാളികൾ കൊണ്ടുപോയതെന്ന് സംശയിക്കണം. ആരാ പാളി കൊണ്ടുപോയത്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ ദേവസ്വം ബോർഡ് ഈ കമ്മീഷണറെ അറിയിക്കാതെയാണെങ്കിലും ബാക്കി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും പ്രൊസീജിയറുകൾ പാലിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് PS പ്രസാദ് പറയുന്നത്. പക്ഷേ നോക്കൂ, ഇതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എവിടെയാ സ്ഥാനം? ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും രണ്ടും രണ്ടാണ് എന്നത് നമുക്കറിയാമായിരിക്കെ ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ഈ ദേവസ്വം വകുപ്പിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനോ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനോ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനോ അവകാശമില്ലെന്നിരിക്കെ എങ്ങനെയാണ് 2019 നടന്ന കൊള്ളയുടെ പേരിൽ 2021 ദേവസ്വം വകുപ്പ് മന്ത്രിയായ VN വാസവന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വരുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ
പൊതുസമൂഹത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തിരിച്ചു ചോദ്യം വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും നൽകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം പ്രഖ്യാപിച്ചത്. അവിടെയാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമാണല്ലോ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത്. ആ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ നിയമിക്കുന്നതിന് വകുപ്പ് 4 പ്രകാരം ആരാണ് ഉത്തരവാദി, ആരാണ് നിയമനാധികാരി? ഹിന്ദു MLA-മാർക്ക് ഒരംഗത്തെ നിയമിക്കാം, ബാക്കി ഹിന്ദു മന്ത്രിമാർ ചേർന്ന് 2 അംഗങ്ങളെ തീരുമാനിക്കണമെന്നുള്ളതാണ്. 1971 വരെ രാജാവിൻ്റെ പ്രതിനിധിയായിരുന്നു ഇതിലൊരാൾ. പക്ഷേ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതിനു ശേഷം 1971 ശേഷം ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ വരുത്തിയ മാറ്റപ്രകാരം 2 ഹിന്ദു മന്ത്രിമാർക്ക് 2 ഹിന്ദു ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ നിയമിക്കാം, ഒരംഗത്തെ ബാക്കി ഹിന്ദു MLA-മാർക്ക് നിയമിക്കാം. സർക്കാരല്ല തീരുമാനിക്കുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ അച്ചടക്ക നടപടിയെടുക്കാനോ നിയന്ത്രണാധികാരങ്ങളോ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. ഞാൻ 15ാമത്തെ സെക്ഷൻ എന്ന് പറയാം. രാജാവിൻ്റെ അധികാരം പോലെ തന്നെ ആയിരിക്കണം ബോർഡ് ഭരിക്കേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന നിലയിൽ തന്നെ സ്വതന്ത്രമായി ദേവസ്വം ബോർഡ് ഭരിക്കണം. അവിടെ സർക്കാരിന് ഒരു കൺട്രോളും ഈ ദേവസ്വം ബോർഡിലില്ല. ഒരു നയം തീരുമാനിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിൻ്റെ. ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് നീക്കാൻ കഴിയില്ല, ഒരു കടലാസ് നീക്കണമെന്ന് പറയാൻ കഴിയില്ല, ഒരു കുറിപ്പ് ഔദ്യോഗികമായി കൊടുത്തുവിടാൻ കഴിയില്ല, ഒരു നിർദ്ദേശവും കൊടുത്തുവിടാൻ കഴിയില്ല. അപ്പോൾ നിയമനാധികാരിയല്ല, 2 നിയന്ത്രണാധികാരിയല്ല, 3 റിമൂവ് ചെയ്യാൻ കഴിയുമോ, അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുമോ സർക്കാരിന്, ഈ മന്ത്രിക്ക് കഴിയുമോ? അവിടെയുള്ളൊരു ദേവസ്വം ബോർഡിലെ അംഗം ഏതെങ്കിലും തരത്തിൽ ഒരു മിസ്കണ്ടക്ട് കാണിച്ചു എന്നിരിക്കട്ടെ, അത് 2021 പ്രശാന്ത് ആവട്ടെ, 2019 പത്മകുമാർ ആവട്ടെ, 2016 പ്രയാർ ഗോപാലകൃഷ്ണൻ ആവട്ടെ, രാമൻ നായർ ആവട്ടെ, ആരാണെങ്കിലും രാജഗോപാലാവട്ടെ, ഇവർ ഏതെങ്കിലും തരത്തിൽ മിസ്കണ്ടക്ട് കാണിച്ചാൽ മന്ത്രിക്ക് നീക്കാൻ പറ്റുമോ? പറ്റില്ല. ബൈ പ്രൊവിഷൻ അനുസരിച്ച് 9ാമത്തെ വകുപ്പിൽ പറയുന്നു, ഇതിൽ മിസ്കണ്ടക്ട് ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കേണ്ടത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ച് തെളിവുകൾ ശേഖരിച്ചു വേണം നടപടിയെടുക്കാൻ. പൂർണ്ണമായും ഹൈക്കോടതിയാണ് മിസ്കണ്ടക്റ്റിൻ്റെ പേരിൽ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിയന്ത്രണാധികാരി സർക്കാരല്ല, ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി എടുക്കേണ്ടതും സർക്കാരല്ല. പിന്നെ എന്തിനാണ് 2019 ഒരു സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ 2021 ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പുറത്ത് ഒരു അധികാരവുമില്ലാത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ചോദിച്ചോളൂ. ബോർഡ് കമ്മീഷണറായി എൻ വാസു വരുന്നു. ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ബോർഡ് പ്രസിഡന്റ് ആകുന്നു. അതെ. ആരുടെ താല്പര്യത്തിലാണ്? പാർട്ടിയുടെ താല്പര്യപ്രകാരം ആണല്ലോ. അപ്പോൾ പാർട്ടി ചില ആൾക്കാരെ നോമിനികളായി വെക്കുന്നു. അതെ. അത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ണുണ്ടാകണം, നല്ല അർത്ഥത്തിലായിരിക്കും. നമ്മുടെ ഒരു കണ്ണുണ്ടാകണം, അവിടെ കുഴപ്പമുണ്ടാകരുത്. അങ്ങനെ കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്തം ഉള്ളൂ. വി എൻ വാസുവിന്റെ ഉത്തരവാദിത്വം. ഞാൻ അതല്ല ചോദിച്ചു. ഞാൻ അങ്ങ് പറഞ്ഞ സർക്കാരിന് ഒരു പ്രതിപക്ഷം സഭയിൽ ഞാൻ അങ്ങ് പറഞ്ഞ ഇപ്പൊ കുറിപ്പിന്റെ കാര്യമാണല്ലോ. അത് സാങ്കേതികമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. സ്മൃതി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ളവരെയാണ് അവർ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെയും കഴിയില്ല. ഈ MLA-മാർ കൂടുതലുണ്ടെങ്കിലോ? രാഘവൻ എങ്ങനെയാണ് CPM-ന്റെ ഒരു അംഗം എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ UDF ഭരണകാലത്തായത്? MLA-മാർ കൂടുതലായതുകൊണ്ട് ഹിന്ദു MLA-മാർ നിശ്ചയിക്കുന്ന സാഹചര്യത്തിൽ അവിടെ രാഘവന് കൂടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുഴുവൻ MLA-മാരും സ്വാഭാവികമായി ദേവസ്വം ബോർഡിൽ വരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മളുടെ ചോദ്യം ഇതല്ലേ, ഇന്ന് എന്താണ് പ്രതിപക്ഷം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത്? പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അസംബന്ധമാണ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനാർക്കെങ്കിലും തർക്കമുണ്ടോ? ഇതിൽ വി എൻ വാസവൻ എന്ത് ഉത്തരവാദിത്വം? ഇതുവരെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ റിപ്പോർട്ടിൽ വി എൻ വാസവന്റെ പേരുണ്ടോ? ഏതെങ്കിലും ഇന്ത്യൻ റിപ്പോർട്ടിൽ വി എൻ വാസവന്റെ പേരുണ്ടോ? മന്ത്രിയുടെ പേരുണ്ടോ? സർക്കാർ എന്തൊരു പരാമർശമുണ്ടോ? ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാൻ പറ്റാത്തത്? ഹൈക്കോടതിയാണ് അച്ചടക്ക നടപടി എടുക്കേണ്ടത്. ഇതിൽ ഹൈക്കോടതിയുടെ തീരുമാനമാണ് പ്രധാനം. അതാണ് പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് വളരെ അസംബന്ധമായ ഒരു കാര്യം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷം ഇന്ന് കാട്ടിക്കൂട്ടിയത് സത്യാനന്തര കാലത്തിന്റെ പ്രചരണ രാഷ്ട്രീയമാണ്. അത് തുറന്നു കാട്ടാൻ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് സമരം പ്രഖ്യാപിച്ച എന്താ ആനുകൂല്യം? സഭയിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, സഭയിൽ മറുപടി പറയേണ്ടി വരില്ല. ഇല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. ആരാണ് പോറ്റിയെ കയറ്റിയത്? 2007 G. രാമൻ നായരുടെ സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹം ഉത്സവത്തിൻ്റെ സമയത്ത് തന്ത്രിയായി പരികർമ്മിയായി വന്നത്?
2004-ലും 2006-ലും ഇയാൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഫോട്ടോകൾ എങ്ങനെ വന്നു? ജൻപത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം എങ്ങനെ പോയി? അവിടെ അടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും സാന്നിധ്യം എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും പ്രതിപക്ഷത്തിന്. അതിൽ നിന്ന് ഭയന്നാണ് പോയത്. അത് ഭയന്നുകൊണ്ട് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അവിടെ പാളിപ്പോയി. അത് ജനങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ടേക്ക്. മുഴുവൻ MLA മാരും ഉണ്ടായിരുന്നില്ല, ഒരു MLA ജയിലില്ല. ഏത് MLA? രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുവിട്. നമ്മൾ മാന്യമായി സംസാരിക്കുന്ന ആളുകളാണല്ലോ. സഭയിൽ ഞാൻ പ്രതിപക്ഷത്തെ ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് ED-യുടെ അന്വേഷണം തന്ത്രിയെ തൊടാതെ പോകുമ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നായിരുന്നില്ലേ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോയതിന് എന്തെങ്കിലും ലെവലേശം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിന്റെ കിങ് പിൻ എന്ന് SIT സംശയിക്കുന്ന, ഹൈക്കോടതി സംശയിക്കുന്ന, ഇതുവരെയും ജാമ്യം കിട്ടാത്ത തന്ത്രി രാജീവ് കണ്ഠരുടെ വീട്ടിലേക്ക് ED പോവാത്തതിനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഈ പറയുന്ന പ്രതിപക്ഷം. ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എന്താ പ്രശ്നം? വിശ്വാസികൾ കൂട്ടത്തോടെ ഇളകി വരും. ഇവർക്ക് വേണ്ടത് ഇവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു സംവിധാനത്തെയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഭയന്ന പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഒളിച്ചോടി. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത് തുടരും. പക്ഷെ അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിയെ ക്രൂശിക്കുന്നതിന് ഞാൻ ഒട്ടും യോജിക്കുന്ന ഒരാളെയല്ല. സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് ഒരു പങ്കാളിത്തവുമില്ല. പിണറായി വിജയനും ഈ കാര്യത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. ഇത് നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ തട്ടിപ്പല്ല. പകരം ഇത് തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച ട്രാപ്പിൽ ഈ പറയുന്ന പല നേതാക്കളും കുടുങ്ങിയിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥരും കുടുങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 48 മണിക്കൂറായി എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി? മറുപടിയില്ല. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജൻപഥിലേക്കുള്ള ആ എൻട്രി തരപ്പെടുത്തി കൊടുത്തത്? മറുപടിയില്ല. ആരാണ് ജൻപഥിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നതിനുള്ള അനുവാദം വാങ്ങിച്ചു കൊടുത്തത്? മറുപടിയില്ല. കയ്യിൽ കെട്ടിക്കൊടുത്തത് ചരട് മാത്രമാണോ? ചരടിനോടൊപ്പം ഒരു ഏലസ് ഉണ്ടായിരുന്നോ? അത് സ്വർണ്ണ നിർമ്മിതമായിരുന്നോ? അത് ബെല്ലാരിയിലെ റോദ്ദം ജുവലറിയിലായിരുന്നോ? മറുപടിയില്ല. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് സഭയിൽ ഇന്ന് സമരപ്രഖ്യാപനം നടത്തി പ്രതിപക്ഷ നേതാവ് സഭ വിട്ടിറങ്ങിയത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വരാനിരിക്കുന്നത് നിർണായക ദിവസങ്ങളോ എന്നാണ് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇനി വരുന്നത് ഇലക്ഷൻ കാലമായതുകൊണ്ട് നിർണായക ദിവസമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ആ ശബരിമലയിൽ എന്തൊക്കെയാണ് വസ്തുത എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കൊണ്ട് മാത്രമാണ് ഇതിന് നോട്ടീസ് കൊടുക്കാത്തത്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ MLA മാരും എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിയമസഭയിൽ പറയും. അത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ള ബോധ്യമുള്ള പ്രതിപക്ഷമാണ് അത് കൊടുക്കാത്തത്. വേറെ ഒരു കാരണം അതിനകത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്തുള്ള നിങ്ങളെല്ലാം നോക്കിക്കോളൂ. ഇതിന് മുൻപുണ്ടായിരുന്ന ഈ പറയുന്ന നിയമസഭാ സമ്മേളനങ്ങളൊക്കെ നോക്കിക്കോളൂ. ജനങ്ങളെ ബാധിക്കുന്ന എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? സമരം. ഇതിനു വേണ്ടിയിട്ടാണോ ഈ പറയുന്ന പ്രതിപക്ഷത്തെ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത്? ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പറയേണ്ടത്. ജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യാനുണ്ട്? അയ്യോ, എന്നാൽ ഈ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ പറഞ്ഞ പ്രകടന പത്രിക എടുത്തുകൊണ്ട് വരിക, മുന്നിൽ വെക്കുക, എന്നിട്ട് സർക്കാരിനോട് പറയാം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്നല്ലേ പറയണ്ടേ? അതിന് കാരണമുണ്ട്. ഈ പ്രകടന പത്രികയിൽ മുഴുവൻ കാര്യം 99% നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിൽ. അതുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചർച്ച ചെയ്യാനില്ലാന്നേ. എന്നിട്ട് വന്നിട്ട് പറയാണ് ശബരിമലയിൽ സ്വർണം കടത്തി. അപ്പം സ്വർണം കടത്തിയത് VN വാസവൻ്റെ. ഇന്നലെ വരെ VN വാസവൻ മിനിസ്റ്ററെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് നിയമസഭയിൽ എന്ന് പറയാം മന്ത്രി രാജിവെക്കണം. ഇത് പണ്ട് സിനിമയിൽ പറയുന്ന പോലെയാണ്. ഏത് കേസ് വന്നാലും മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് പെട്ടെന്ന് വന്ന VN വാസവൻ രാജിവെക്കണം എന്ന് പറയുകയാണ്. അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ അത് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാം. ഈ പ്ലക്കാർഡ് പിടിച്ച് ഉള്ളിലോട്ട് കയറി പോകുമ്പോഴാണ് എന്തോ പ്രതിപക്ഷത്തിന് പ്ലാൻ ഉണ്ട് എന്നറിയാം. എന്താ പ്ലാൻ എന്നറിയില്ല. ഉള്ളിൽ ചെന്ന് പ്ലക്കാർഡ് കണ്ടപ്പോഴാണ് അയ്യോ VN വാസവൻ രാജിവെക്കണം എന്നാണ് പറയാൻ പോകുന്നത് എന്ന് വരെ മാധ്യമങ്ങൾക്ക് വരെ മനസ്സിലായത്. കാരണം ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്നലെ വരെ പറഞ്ഞത് എന്താ? കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് മാറി VN വാസവനാണ് എന്ന്. VN വാസവൻ എന്തിന് രാജിവെക്കണം എന്നെങ്കിലും പറയണ്ടേ? അറ്റ്ലീസ്റ്റ് VN വാസവൻ എന്തിനാണ് രാജിവെക്കുന്നത് എന്നെങ്കിലും പറയാനുള്ള പ്രതിപക്ഷം, അതിൻ്റെ ഒരു വസ്തുത പറയാനുള്ള ഒരു ധാരണ പ്രതിപക്ഷത്തിന് വേണ്ടേ? അതുപോലും പറയുന്നില്ല. എന്നിട്ട് പറയാ ഇനി അങ്ങോട്ട് സമരത്തിൻ്റെ നാളുകളായിരിക്കും. എന്ത് സമരം? എന്തിനാണ് സമരം നടത്തുന്നത്? സമരം നടത്തുന്നതിന് മുൻപ് ആദ്യം സോണിയാഗാന്ധിനെ ഒന്ന് വിളിച്ചു ചോദിക്കണം. എന്താണ് സോണിയാഗാന്ധി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളെ കാണാൻ വന്നത് എന്തിനാണ്? അടൂർ പ്രകാശിനോട് ചോദിക്കണം. UDFിൻ്റെ കൺവീനർ അല്ലേ? എന്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് ചോദിക്കുന്നില്ലല്ലോ. ആൻ്റോണിയോട് വിളിച്ച് ചോദിക്കണം. എന്തുകൊണ്ടാണ് ആൻ്റോണി നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഡൽഹിയിൽ സോണിയാഗാന്ധിനെ പോയത് എന്ന് ചോദിക്കണം. ഇത് ചോദിക്കുന്നില്ലല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണനോടും അജയ് തറേനോടും ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ വാജിവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുത്തതെന്ന് ചോദിക്കണം.
ചോദിക്കുന്നില്ലല്ലോ. ഈ പറ ഏത് ഈ പറയുന്ന അല്ല ചോദിക്കണ്ട അല്ല ചോദിക്കണ്ട. ഇവർക്കറിയാലോ ഈ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ച സമയത്ത് അതിൽ ഏറ്റവും കോമഡി എന്താ പറയുക, ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ അറിയോ, ഈ പ്രശ്നം വെച്ച സമയത്ത് അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത് ജയിലിൽ പോകാനുള്ള യോഗം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ആരോടായിരുന്നു അറിയോ, ഈ പറഞ്ഞ പത്മകുമാറിനോടും അതിനുശേഷം വന്ന ആൾക്കാരോടൊന്നുമല്ല. ആരോടോ പറഞ്ഞ് പ്രയാർ ഗോപാലകൃഷ്ണനോടും അജയ് തറേനോടോ പറഞ്ഞ് ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാമെന്ന് ഈ പ്രശ്നം വെച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് അത്ര പോലും ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ, തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇനിയുള്ള 90 ദിവസം കേരളത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള തൻ്റെ ഇടം പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല, അതാണ് ഞാൻ ജിമ്മി സാറോട് നേരത്തെ ചോദിച്ചത്. ഇനിയുള്ള 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള എടുത്തുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങുമോ? ഞാൻ ചോദിച്ചല്ലോ, ഇല്ല. അപ്പൊ എന്താ ഇലക്ഷൻ അപ്പോൾ ഇതെന്താ ഒരു ഇലക്ഷൻ സ്റ്റണ്ട്? അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഈത്തപ്പഴത്തിലെ സ്വർണ്ണക്കുരുവും ഈ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ ഒരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് കണ്ടാൽ മതി. അത് ഏതെങ്കിലും മന്ത്രിക്ക് റോളുണ്ടോ? ഒരു മന്ത്രിക്ക് റോളില്ല. ഈ രാജിവെക്കണമെന്ന് പറഞ്ഞ മന്ത്രിക്ക് റോളുണ്ടോ? രാജിവെക്കണമെന്ന് മന്ത്രിക്ക് റോളില്ല. ഈ പറഞ്ഞ സോണിയാഗാന്ധിയും ഈ പറഞ്ഞ അടൂർ പ്രകാശും ഈ പറഞ്ഞ ആൻഡോ ആന്റണിയും ഈ പറഞ്ഞ തജേൽ തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ? ആ കുറ്റം മാത്രമേ ആര് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവരൊക്കെ എന്തിനാണ് സോണിയാഗാന്ധിനെ കണ്ടത്? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കേരളത്തിൽ കാണാത്ത ആൾക്കാരൊക്കെ കുറവാണ്. ഓൾമോസ്റ്റ് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പുറത്തേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ ബാക്കിയും കൂടെ വന്നോളൂ, വരില്ലേ? ബാക്കിയും കൂടെ വരും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ഇനി ഞങ്ങളുടെ മുന്നിൽ ഒരു 30 ദിവസം നിയമസഭാ സമ്മേളനമുണ്ട്. ഈ 30 ദിവസം നിയമസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമരമാണ് എന്നിട്ട് പറഞ്ഞ് ഇവരെന്ത് ചെയ്യും? നിയമസഭയിൽ നിന്ന് സമരം പറഞ്ഞ് പുറത്തേക്ക് വരും. ബാക്കി യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് സമരം നടത്തും. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതെന്ത് കാര്യമായിരിക്കും? ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ. ഒറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ കേരളത്തിൽ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, കേരളത്തിൽ അപ്പോൾ ഒരു വികസന പ്രശ്നമില്ല കേട്ടോ. ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ആ കാര്യം ഉറപ്പായല്ലോ. കേരള ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പം ഇല്ല. ആ കാര്യത്തിൽ ഉറപ്പായി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏക പ്രശ്നമേ ഉള്ളൂ. എന്ത്? അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമാണ്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെതിരെ നിയമസഭ. അപ്പോൾ നാളെ പിന്നെ എന്ത് ചർച്ച ചെയ്യുന്നത് എനിക്കറിയില്ല. നാളെയും വന്നിട്ട് ഇവർ സമരം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോവോ? മറ്റന്നാളെ സമരം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോവോ? അങ്ങനെയാവുമോ? VM വാസവൻ, ഞാൻ എന്താ പറയുന്നത്, കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കണം. VM വാസവൻ രാജിവെക്കുന്നത് വരെ സമരമായിരിക്കും എന്ന് പ്രഖ്യാപിക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെ പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടം ആര് കാണിക്കണം? കോൺഗ്രസ് കാണിക്കണം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പുറത്തു വരും. ആ വ്യക്തമായി പുറത്തു വരണമെങ്കിൽ ഇങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു ദിവസം സമരത്തെ അവസാനിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ. VM വാസവൻ രാജിവെക്കുന്നത് വരെ കോൺഗ്രസ് നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ വരും, ഈ കാര്യം പറയും, പുറത്തു വരും, പത്രസമ്മേളനം നടത്തും. അകത്തു പോവും, ഈ കാര്യം പറയും, പുറത്തു വരും, അങ്ങനെ ഒരു ധാരണയാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നിർണായക ദിവസങ്ങളൊക്കെ കടന്നു കിട്ടും. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ ഭരണപക്ഷവും ചർച്ച ചെയ്യാൻ പോകുന്നത് വികസന രാഷ്ട്രീയം മാത്രമായിരിക്കും. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിനും UDFനും കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കാരണമില്ല. ഞാൻ ഒറ്റ കാര്യം ജിമ്മി ഒരു സ്ട്രാറ്റജിക്കൽ എററായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിൻ്റെത്. കാരണം സജി ചെറിയാൻ്റെ പ്രസ്താവന അവിടെ കിടക്കുക, മാപ്പ് പറഞ്ഞെങ്കിലും ഇന്ന് സജി ചെറിയാൻ്റെ പ്രസ്താവന ഉയർത്തി സഭ സ്തംഭിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമായിരുന്നു. എനിക്കറിയില്ല, ഓരോ കാലത്തെ ഓരോരുത്തരുടെ രീതിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പ് ഓരോ കാലത്തെ പ്രതിപക്ഷം ഓരോ രീതിയിലാണ്. മൊത്തം രാജിവെച്ചിറങ്ങി ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു. അപ്പൊ ആ ചക്കൻ ഇട്ടാ മതി വിചാരിക്കുന്നോണ്ടാണ്. അപ്പുറത്ത് നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ പേര്. ഇപ്പം അതാണ് പറയുന്നത്. അതാണ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടത്, ശിവൻകുട്ടി ആവശ്യപ്പെട്ടതോടെ ദേശീയ ചാനലിലെ ഹെഡ്ലൈനായി. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് നാഷണൽ ഹെഡ്ലൈൻ ആക്കിയില്ലേ? ഇത് ദേശീയതലത്തിൽ ചർച്ചയാവൂലേ? ഈ ചിത്രങ്ങൾ ദേശീയതലത്തിൽ കൊണ്ടുവരൂലേ? നിർണായക ദിവസങ്ങളോ എന്നുള്ളതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.